നമസ്കാരം. നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കി. അടുത്തത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് കിടക്കുന്നത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അക്കൗണ്ട്സ് ഫോർ നോട്ട് for profit organization, main object rendering services to their members and to the society എന്ന് പറയുകയുണ്ടായി. സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, ഹോസ്പിറ്റൽ, ലൈബ്രറീസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഓർഫനേജ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓൾഡ് ഏജ് ഹോം എക്സെട്ര ഇവയെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയുകയുണ്ടായി. അങ്ങനെയുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ടിനെ മൂന്നായി തരംതിരിക്കും. ഒന്ന്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. രണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മൂന്ന്, ബാലൻസ് ഷീറ്റ്. അപ്പൊ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അടുത്താണ് ബാലൻസ് ഷീറ്റ്. ഇതിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണെന്ന് പറയുകയുണ്ടായി. The receipts and payments account is an account prepared by not profit organization at the end of an accounting year, which is a classified and grouped summary of all cash receipts and cash payments recorded in cash book. എന്ന് പറഞ്ഞു. അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ്. അതായത് അക്കൗണ്ടിങ് ഇയറിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് പോലെ ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, മറിച്ച് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നിവ വന്നു ചേരും. ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പ്രത്യേകത പറയുകയുണ്ടായി. ക്യാപിറ്റൽ റിസീറ്റ്സും റവന്യൂ റിസീറ്റ്സും ക്യാപിറ്റൽ പേയ്മെന്റും റവന്യൂ പേയ്മെന്റും കൂടാതെ കറണ്ട് ഇയറിന്റെയും പ്രീവിയസ് ഇയറിന്റെയും കമ്മിങ് ഇയറിന്റെയും എല്ലാ അക്കൗണ്ടുകളും ഇതിനകത്ത് ഉൾക്കൊള്ളും. അതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അത് നിങ്ങൾ തയ്യാറാക്കിയുണ്ടായി. അടുത്ത അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് കൺസേണില്, അതായത് വ്യാപാര സ്ഥാപനത്തില് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ തൽസ്ഥാനത്ത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന റവന്യൂ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിൽ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്, എന്റെ റിസൾട്ട്, എന്റെ ബാലൻസിന്. പക്ഷെ ഇവിടെ നെറ്റ് പ്രോഫിറ്റിന്റെ സ്ഥാനത്ത് സർപ്ലസ് അഥവാ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, നെറ്റ് ലോസിന്റെ സ്ഥാനത്ത് ഡെഫിസിറ്റ് അഥവാ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡസ് നോട്ട് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വ്യാപാരേതര സ്ഥാപനം എന്ന് പറയുന്ന ആ സ്ഥാപനം മെയിൻ ഓബ്ജക്ട് പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാത്തത് കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ആസ് ഇറ്റ് ഈസ് നോട്ട് ഓർഗനൈസ്ഡ് ഫോർ ഏണിംഗ് പ്രോഫിറ്റ്. Instead, it prepares an income and expenditure account to ascertain the net result of its activities during a given period. The excess of income or expenditure at the end of the given period is known as a surplus, and the excess of expenditure over income is known as deficit എന്ന് പറയും. നെറ്റ് പ്രോഫിറ്റിന്റെ സ്ഥാനത്ത് സർപ്ലസ് എന്നും നെറ്റ് ലോസിന്റെ സ്ഥാനത്ത് ഡെഫിസിറ്റ് എന്നും പറയും. ഇതില് പല ഐറ്റങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതില് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഓർമ്മിച്ച് പറയുകയാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഐഡന്റിഫൈയിങ് ദ റവന്യൂ ഇൻകം. റവന്യൂ ഇൻകത്തെ തിരിച്ചറിയുക. ദ റവന്യൂ ഇൻകംസ് റിലേറ്റിംഗ് ടു ദി കറന്റ് ഇയർ ആർ ഐഡന്റിഫൈഡ് ഫ്രം ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. Any outstanding amounts are added and any amount received in advance deducted. The adjusted incomes are shown on the credit side of the income and expenditure account. അതായത് റവന്യൂ ഇൻകത്തിനെ തിരിച്ചറിയുകയും
അതാത് വർഷത്തെ കിട്ടേണ്ടതായ വരുമാനങ്ങളെ ആഡ് ചെയ്യുകയും അഡ്വാൻസ് ആയിട്ട് വാങ്ങപ്പെട്ടതുണ്ടെങ്കിൽ ദ എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അവയെ ഡിഡക്റ്റ് ചെയ്യണം, കുറച്ച് കാണിക്കണം. അതിനുശേഷം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇവിടെ നിന്ന് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ നിന്ന് റവന്യൂ സ്വഭാവത്തോടു കൂടിയ കറണ്ട് ഇയറിന്റെ റവന്യൂ ഇൻകം എല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. മറ്റൊന്ന്, ഐഡന്റിഫൈങ് ദ റവന്യൂ എക്സ്പെൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള റവന്യൂ സ്വഭാവത്തോട് കൂടിയ ഐറ്റങ്ങളാണ് അത് എടുക്കേണ്ടത്. റവന്യൂ expense of the current year are to be identified from the credit side of receipts and payments account. Any outstanding expense must be added and any payment made in advance must be deducted. The adjusted expense are to be shown on the debit side of the income and expenditure account. അതായത് റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിലുള്ള കറണ്ട് ഇയറിന്റെ റവന്യൂ സ്വഭാവത്തോടു കൂടിയ ചെലവുകളെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഡെബിറ്റ് സൈഡിൽ അഡ്ജസ്റ്റ്മെന്റോട് കൂടി തയ്യാറാക്കണം. കറണ്ട് ഇയറിൽ കൊടുത്തു തീർക്കേണ്ട ചെലവുകളെല്ലാം ആഡ് ചെയ്യണം. പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അത് അടുത്ത വർഷത്തേക്കുള്ള ചെലവ് നേരത്തെ നികത്തിയാൽ അതിനെ കുറച്ച് കാണിക്കണം. പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. If there is any trading activity in a not-for-profit or making concern, a separate trading account may be prepared and the gross profit or loss therefrom must be transferred to the appropriate side of income and expenditure account. അതായത് ചില വ്യാപാരേതര സ്ഥാപനങ്ങളിൽ വ്യാപാര സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വ്യാപാര പ്രവർത്തനങ്ങൾ ഉണ്ടായി വരും. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി അവയിൽ നിന്ന് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ബന്ധപ്പെട്ട ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത പോയിന്റ്, ട്രീറ്റ്മെന്റ് ഓഫ് നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ. ക്യാഷ് അല്ലാത്ത ചെലവുകൾ. നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ സച്ച് ആസ് ഡിപ്രിസിയേഷൻ ബി അസർട്ടൈൻ ആൻഡ് ഡെബിറ്റഡ് ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോൺ ക്യാഷ് ഐറ്റങ്ങളായിട്ടുള്ള ഡിപ്രിസിയേഷൻ പോലുള്ള സംഗതികൾ ഉണ്ടായിരുന്നാൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അസർടൈൻമെന്റ് ഓഫ് ബാലൻസ്, ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ സർപ്ലസ് ഓർ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഡെഫിസിറ്റ് ബി അസർടൈൻ ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസ് സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും അത് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റേണ്ടതാണ്. ബാലൻസ് ഷീറ്റിലേക്ക് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് മാറ്റേണ്ടത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരുന്നു. ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട അക്കൗണ്ട് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നതാണെന്ന് പറയാനുള്ള കാരണം അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, സംഭാവന, കോൺട്രിബ്യൂഷൻ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് കുമിഞ്ഞുകൂടുന്നതാണ് ഇവിടുത്തെ ഫണ്ട്. അപ്പൊ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് ഓഫ് എനി ഓർഗനൈസേഷൻ ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ആസ് ഓൺ എനി ഡേറ്റ്. ഇൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, capital fund is the total of the accumulated surplus from income and expenditure account and that of different collection directly credited to the fund from year to year. കാലാകാലങ്ങളിൽ വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെല്ലാം ഈ ഫണ്ടിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യും. The different collections may be the receipts from life membership fees, legacies, പിതൃസ്വത്തുക്കൾ, ഡൊണേഷൻ, സംഭാവനകൾ, ഇവയെല്ലാം ഈ ഫണ്ടിലേക്ക് വന്നു ചേരും. The capital fund can also be called as general fund. It is ascertained by preparing a statement of affairs as on the day. ആ ഡേയിൽ
സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി അസറ്റ്സ് ലയബിലിറ്റി ക്യാപിറ്റൽ അസറ്റിന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുക ക്യാപിറ്റലായിട്ട് ഇവിടെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ക്യാപിറ്റൽ ഫണ്ട് എന്നാണ്. ആ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ഈ പറയുന്ന ഡെഫിസിറ്റ് ആയാലും സർപ്ലസ് ആയാലും ട്രാൻസ്ഫർ ചെയ്യണം. സർപ്ലസ് ആകുമ്പോൾ നമ്മൾ ആ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടും. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടതായി വരും. ഇനി ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ പോവാണ്. റിലവന്റ് ടേംസ്. അതിലൊന്നാണ് എൻട്രൻസ് ഫീസ്, പ്രവേശന ഫീസ്. ഇൻ ആൾമോസ്റ്റ് ആൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആർ അഡ്മിറ്റഡ് എവരി ഇയർ. ഓരോ വർഷവും മെമ്പേഴ്സിനെ പ്രവേശിപ്പിക്കുന്നു. ദിസ് ബീയിങ് എ റിസിറ്റ് ഓഫ് റെക്കറിംഗ് നേച്ചർ. ഇത് ആവർത്തന സ്വഭാവം ഉള്ളതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രീറ്റ് ഇറ്റ് ആസ് ആൻ ഇൻകം. അതുകൊണ്ട് ആവർത്തന സ്വഭാവം എന്ന നിലയ്ക്ക് ഇൻകമായിട്ട് കണക്കാക്കണം. റവന്യൂ ഇൻകം, റെക്കറിംഗ് നേച്ചർ ആയതുകൊണ്ട്. In certain institutions such as club, members are not admitted every year. ചില ക്ലബില് മെമ്പേഴ്സിനെ ഓരോ വർഷവും പ്രവേശിക്കാറില്ല. ഇൻ സച്ച് എ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രൻസ് ഫീസ് ഈസ് എ റിസീറ്റ് ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ. അങ്ങനെ വരുമ്പോൾ അവിടെ നോൺ റെക്കറിംഗ് നേച്ചർ ആയിട്ട് മാറും. ആൻഡ് ഹെൻസ് ഇറ്റ് കുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. If nothing is specifically mentioned, it is advisable to treat it as an income. ഇതോ ഓരോ ക്രിറ്റിസിസമാണ്. In almost all non-profit organization, members are admitted every year. This being a receipt of recurring nature. Recurring nature ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് അത് നമ്മൾ സ്വാഭാവികമായിട്ട് റവന്യൂ ഇൻകം ആയിട്ട് കണക്കാക്കും. ഇത് ഓരോ ക്രിറ്റിസിസമാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ ചെയ്യുന്നത് എൻട്രൻസ് ഫീസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും റവന്യൂ ഇൻകം ആയിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ. സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ് ആർ കളക്ടഡ് പീരിയോഡിക്കലി. കാലാകാലങ്ങളിൽ മെമ്പേഴ്സിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ കളക്ട് ചെയ്യും. ദീസ് ആർ റവന്യൂ ഇൻകം. ഇവയെല്ലാം റവന്യൂ ഇൻകം ആണ്. ആൻഡ് ആർ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുകൊണ്ട് അവയെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. മറ്റൊന്ന് സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ. ഇഫ് എനി സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഈസ് കളക്ടഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ്, ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം. ഇൻസ്റ്റഡ് ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എ സെപ്പറേറ്റ് ഫണ്ട് ഓൺ ദ ലയബിലിറ്റീസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് until it is utilized for that specific purpose. അതായത് സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ വന്നു ചേരാം, പ്രത്യേക വരിസംഖ്യ കളക്ട് ചെയ്ത് വരാം. അതൊരിക്കലും റവന്യൂ സ്വഭാവമായിട്ട് കണക്കാക്കുന്നില്ല. അത് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റിയിലാണ് കണക്കാക്കുക. പ്രത്യേക ഫണ്ട് അത് ഏതെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് സ്വരൂപിക്കപ്പെടുന്ന ഫണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ലൈബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. മറ്റൊന്ന് ഡൊണേഷൻസ്, സംഭാവനകൾ. ഡൊണേഷൻസ് ആർ എമൗണ്ട് റിസീവ്ഡ് ബൈ വേ ഓഫ് ഗിഫ്റ്റ്. ജനറൽ ഡൊണേഷൻസ് not collected for any specific purpose may be treated as revenue income and credited to the income and expenditure account. ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടുകൂടി സ്വരൂപിക്കപ്പെടുന്ന സംഭാവനകൾ അല്ലെങ്കിൽ അവയെ നമുക്ക് റവന്യൂ ഇൻകം ആയിട്ട് കണക്കാക്കാവുന്നത് ആണ്. സ്പെഷ്യൽ ഡൊണേഷൻ, പ്രത്യേകമായി സ്വരൂപിക്കപ്പെടുന്ന സംഭാവനകൾ. ഇഫ് ഡൊണേഷൻസ് ഈസ് കളക്ടഡ് for a specific purpose, it should be shown distinctly on the liability side of the balance sheet and should be used only for the assigned purpose. ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടുകൂടി സമാഹരിക്കപ്പെടുന്ന സംഭാവനകളാണെങ്കിൽ അവയെല്ലാം ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും, ആ ഉദ്ദേശത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി. മറ്റൊന്ന് ലെഗസി, പൈതൃക സ്വത്ത്. It is the amount received by non-profit making organization on the death of a person as per his will. ചില പാർട്ടികൾ മരണാനന്തരം എന്റെ ഈ സ്വത്തുക്കൾ ക്ലബിന് എഴുതി വയ്ക്കുന്നു, അല്ലെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മരണാനന്തരമായിട്ട് കിട്ടുന്ന സ്വത്തുക്കൾ, പൈതൃക സ്വത്തുക്കളെല്ലാം ഇവിടെ വന്നു ചേരാം. ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ. സ്വാഭാവികമായിട്ട് ആവർത്തന സ്വഭാവം ഇല്ലാത്തതാണ്.
സോ ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്. അവയെ ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ലയിപ്പിക്കേണ്ടതായി വരും. ഇഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഈസ് സ്മാൾ, അത് ചെറിയ തുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. മറ്റൊന്ന് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ചിലര് ആജീവനാന്തം മെമ്പറാവുന്നതിന് വേണ്ടി ഒന്നിച്ച് ഒറ്റ തവണ പണം അടയ്ക്കും ക്ലബില്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ. എ ലംപ് സം എമൗണ്ട് പെയ്ഡ് ആസ് മെമ്പർഷിപ്പ് ഫീസ് ഓൺ അഡ്മിഷൻ ഓഫ് എ മെമ്പർ ഫോർ ദ ഹോൾ ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെഗുലർ പീരിയോഡിക്കൽ സബ്സ്ക്രിപ്ഷൻ ഈസ് കാൾഡ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഇറ്റ് ഈസ് യൂഷ്വലി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അതായത് അങ്ങനെ വരുന്ന ഫണ്ട് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ലയിപ്പിക്കണം. കാരണം ഒറ്റ തവണ മാത്രം കിട്ടുന്നതാണ്, നോൺ റെക്കറിംഗ് നേച്ചറാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി കൂട്ടി കാണിക്കേണ്ടതാണ്. അതാണ് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊന്ന് സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടുന്ന വരവ്, അതേപോലെ സ്പോർട്സ് മെറ്റീരിയൽസ്, സ്പോർട്സ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഐറ്റം സെയിൽ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? ദീസ് ആർ ദ ഐറ്റം ഓഫ് റെക്കറിംഗ് നേച്ചർ ആൻഡ് ഹെൻസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതെല്ലാം റെക്കറിംഗ് നേച്ചറാണ്, ആവർത്തന സ്വഭാവം ഉള്ളതാണ്. അതുകൊണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഗസ്റ്റ് ഫീസ്. ഇൻ certain clubs, non-members or outsiders are also allowed to enter the club along with the members of the club for enjoying the facilities of the club temporarily. The amount charged on such persons on entering the club is called guest fees. It is taken as a revenue item. Guest fees-നെ revenue item ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണണം. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. അസറ്റ് വിൽക്കുന്ന അവസരത്തിൽ ഇറ്റ് ഇസ് നോട്ട് ടേക്കൺ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് സോൾഡ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സച്ച് സെയിൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അസറ്റ് വിൽക്കുന്ന അവസരത്തിൽ ആ പ്രസ്തുത ഐറ്റം അസറ്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് കുറയ്ക്കണം. അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ലാഭവിഹിതമോ നഷ്ടമോ ഉണ്ടെങ്കിൽ മാത്രം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. വേറൊന്ന് ഇൻകം ഫ്രം പർട്ടിക്കുലർ ഫണ്ട്. എനി ഇൻകം ഫ്രം എ പർട്ടിക്കുലർ ഫണ്ട് ബി ആഡഡ് ടു ദാറ്റ് ഫണ്ട്. ആ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഷോൺ ആസ് എൻ ഇൻകം ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരിക്കലും അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. ഇപ്പൊ ഏത് ഫണ്ടുമായി ബന്ധപ്പെടുന്നുവോ ആ ഫണ്ടുമായി ബന്ധപ്പെടുന്ന ഇൻകം അതിൻ്റെ കൂടെ കൂട്ടുക. ഏതെങ്കിലും ഫണ്ടിന്റെ എക്സ്പെൻസ് വന്നാൽ അത് ആ ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് ഇല്ല എന്നർത്ഥം. ഇതാണ് കുറെ ടേംസ് ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.